പ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മെയിലിലും ലോകത്തെ തൊഴിലാളികളുടെ ആവേശം ഉയർത്തിക്കൊണ്ട് അവരുടെ ആത്മാഭിമാനത്തെ വീണ്ടും ഉണർത്തിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്നു. 140 വർഷം മുമ്പ് 1886 അമേരിക്കയിലെ ഷിക്കാഗോ പട്ടണത്തിൽ മൃഗതുല്യമായ തൊഴിലാളി ജീവിതത്തെ അതുപോലുള്ള ഒരു കെട്ട ജീവിതം ഇനി നയിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഷിക്കാഗോയിലെ തൊഴിലാളികൾ ഒരു പോരാട്ടത്തിന്റെ ഭാഗത്തേക്ക് വന്നു. അവർ ഉന്നയിച്ച മുദ്രാവാക്യം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളതായിരുന്നു. ഇന്നത്തെ കാലഘട്ടവുമായി ഒത്തുനോക്കുമ്പോൾ 1886 എന്ന് പറഞ്ഞാൽ പ്രാകൃതമാണ്. 140 കൊല്ലത്തിന് മുമ്പ് ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ തോത് പരിശോധിച്ചാൽ പിന്നോക്കമാണ്. അപ്പോ അന്നത്തെ കാലഘട്ടത്തിലാണ് 140 വർഷം മുമ്പാണ് തൊഴിലാളികൾ 8 മണിക്കൂർ മാത്രമേ ഞങ്ങൾ ജോലി ചെയ്യൂ, 8 മണിക്കൂർ ഞങ്ങൾക്ക് വിശ്രമവും വിനോദവും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോരാട്ടത്തിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് നാം ഓർക്കണം. വീണ്ടും ഓരോ മെയ്ദിന പരിപാടികളിലും തൊഴിലാളികൾ അവരുടെ ഡിമാൻഡുകൾ കൂടുതൽ ഊർപ്പോടെ ശക്തിയോടെ ഉന്നയിക്കുവാൻ ആരംഭിച്ചു. ആ മെയ്ദിന പോരാട്ടങ്ങളിൽ നിന്നെല്ലാം തന്നെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെമ്പാടും തൊഴിലാളി മുന്നേറ്റങ്ങൾ കരുത്താർജിച്ചു ശക്തിപ്പെട്ടു വന്നു. ആ മെയ്ദിന പോരാട്ടങ്ങളിൽ നിന്ന് ഊക്കും മൂശിനും ആവാഹിച്ചുകൊണ്ട് സോവിയറ്റ് റഷ്യയിൽ തൊഴിലാളി വർഗം അവരുടെ സർവാധിപത്യം സ്ഥാപിച്ചു, അഥവാ സോഷ്യലിസം സ്ഥാപിച്ചു. 1917 സഖാവ് ലെനിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി വർഗം ഈ ഭരണാധികാരികളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് തൊഴിലാളി വർഗത്തിന്റെ ഭരണകൂടം സ്ഥാപിച്ചുകൊണ്ട് ഒരു മുതലാളിയും തങ്ങളെ ചൂഷണം ചെയ്യാൻ ഇല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ആർക്കും വേണ്ടിയല്ല പണിയെടുക്കുന്നത്, ഈ ലോകത്തിലെ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും വേണ്ടിയാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ആഹ്വാനം ഇനി ഒരു മുതലാളിയും തട്ടിയെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് 1917 സോഷ്യലിസം സ്ഥാപിക്കപ്പെടുന്നതിലേക്ക് തന്നെ മെയ്ദിനത്തിന്റെ സന്ദേശം ചെന്നെത്തി. ഞാൻ നേരത്തെ അത് പ്രാകൃത കാലമാണ് എന്ന് വിശേഷിപ്പിച്ചത് ശാസ്ത്ര സാങ്കേതികതയുടെ വളർച്ചയുടെ ഒരു തോത് വെച്ചുകൊണ്ടാണ്. 140 വർഷം മുമ്പ് ആ 140 വർഷം ജോലി അന്നത്തേക്കാൾ എത്രയോ മടങ്ങ് ജനശക്തി വർദ്ധിച്ചു. തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി സാവകാശം. അതുപോലെ തന്നെ തൊഴിലാളികളുടെ അധ്വാന ഭാരത്തെ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾ വളർന്നു വന്നു. 8 മണിക്കൂർ ജോലിയാണ് മെയ്ദിന തൊഴിലാളികൾ ഉയർത്തിയതെങ്കിൽ 8 മണിക്കൂർ ജോലിയാണ് മെയ്ദിന തൊഴിലാളികൾ ഉയർത്തിയതെങ്കിൽ സോവിയറ്റ് റഷ്യയിൽ സഖാവ് ലെനിന്റെ നേതൃത്വത്തിലും പിന്നീട് സോവിയറ്റ് യൂണിയനെ അതിശക്തമായ സാർവദേശീയ രാഷ്ട്രമായി തൊഴിലാളി വർഗത്തിന്റെ നെടും കോട്ടയായി, ലോക സമാധാനത്തിന്റെ നെടും കോട്ടയായി സോവിയറ്റ് യൂണിയനെ വളർത്തിയെടുത്ത മഹാനായ സ്റ്റാലിൻ പറഞ്ഞു, ഇനി തൊഴിലാളികൾ 8 മണിക്കൂർ പണിയെടുക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ആരും തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ അന്തസ്സായി ഈ രാജ്യത്ത് പണിയെടുത്ത്
നിങ്ങൾ മിച്ച ഉൽപാദനം ഉണ്ടാക്കിയിരിക്കുകയാണ് തൊഴിലാളി സുഹൃത്തുക്കളെ. സ്റ്റാലിൻ പറഞ്ഞു, നിങ്ങൾ മിച്ച ഉൽപാദനം സൃഷ്ടിച്ചിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ അധ്വാന ശേഷി ഇനി 5-6 മണിക്കൂറിൽ ചെയ്താൽ മതി എന്ന് സഖാവ് സ്റ്റാലിൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് തൊഴിലാളികളെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. തൊഴിലാളികളെ ആവശ്യമില്ല. KSRTCയിൽ തൊഴിലാളികൾ വേണ്ടത്രേ. KSRTCയിൽ തൊഴിലാളികൾ വേണ്ടത്രേ. KCBയിൽ തൊഴിലാളികൾ വേണ്ടത്രേ. തൊഴിലാളികൾ എത്രയോ ലക്ഷം തൊഴിലാളികൾ എടുക്കേണ്ടുന്ന പണികളെല്ലാം കമ്പ്യൂട്ടർ ആധുനിക സാങ്കേതിക സഹായത്താൽ ചെയ്തു വരിക. KCBയിൽ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയാണ്. തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുക. കമ്പ്യൂട്ടർ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ KCBയെ ചലിപ്പിച്ചു തുടങ്ങിയപ്പോൾ തൊഴിലാളികളെ കൂട്ടമായി പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പുതിയ തൊഴിലാളികളെ എടുക്കാതിരിക്കുക. എന്താ സ്ഥിതി? അപ്പൊ സഖാവ് സ്റ്റാലിൻ തൊഴിലാളികളോട് 4 മണിക്കൂറോ 5 മണിക്കൂറോ പണിയെടുത്താൽ മതി എന്ന് പറഞ്ഞത് തൊഴിലാളിയുടെ ജീവിത സുരക്ഷ, അവന്റെ പരമാനന്ദം ഉറപ്പാക്കിക്കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് തൊഴിലാളിയെ KSRTCയും KCBയും തൊഴിലാളിയെ പുറന്തള്ളുമ്പോൾ ആ തൊഴിലാളിയുടെ ഒരു സ്ഥിതി എന്താണ് സുഹൃത്തുക്കളെ? തെരുവ് തെണ്ടികളായിട്ട് തൊഴിലാളികൾ മാറുന്നു. അവന്റെ ഭിക്ഷാപാത്രവുമായി തൊഴിലിനും ആഹാരത്തിനും വേണ്ടി, ആഹാരത്തിനും ചികിത്സക്കും വൈദ്യസഹായത്തിനും മക്കളെ വളർത്തുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങളിൽ ലോണിനും വേണ്ടി പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് തൊഴിലാളികളുടെ അവസ്ഥ മാറ്റിയിരിക്കുക. എന്താണ് ഈ മുതലാളി വർഗം വിചാരിക്കുന്നത്? എന്താണ് ഈ മുതലാളി വർഗം വിചാരിക്കുന്നത്? തൊഴിലാളികളെ കൂട്ടമായി തൊഴിലാളികളെ പുറത്താക്കിക്കൊണ്ടും യുവാക്കളെ തൊഴിൽ രഹിതരായി നിലനിർത്തിക്കൊണ്ടും തൊഴിലില്ലാ പടയുടെ ഒരു വലിയ സേനയെ രാജ്യത്ത് വിന്യസിച്ചുകൊണ്ട് അക്കാപ്പിച്ചക്ക് ഇങ്ങനെ കൈഞ്ഞൊടിച്ച് വീഴ്ച് തൊഴിലാളികളെ കൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ളത്ര സമയവും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂലിയും കൊടുത്ത് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്നാണോ ഈ മുതലാളി വർഗം വിചാരിക്കുന്നത്? ആ വിചാരം വേണ്ട മുതലാളിമാർക്ക്. മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള ഏത് ലേബർ കോഡുകൾ ഉണ്ടാക്കിയാലും 29 തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള 29 തൊഴിലനുകൂല നിയമങ്ങൾ, തൊഴിലാളി അനുകൂല നിയമങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട്, ക്യാൻസൽ ചെയ്തുകൊണ്ട് 4 ലേബർ കോഡുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. 4 ലേബർ കോഡ്. നീ ഇനി അങ്ങനെ സംഘടിക്കാൻ വരട്ടെ, നീ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നത് ഞങ്ങൾ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ രൂപീകരണത്തിനുള്ള അവസരത്തെ ഇല്ലാതാക്കുന്നു. തൊഴിലാളികളുടെ പണിമുടക്കത്തെ, അവന്റെ കൂലി നിഷേധത്തിനെതിരെ, മുതലാളിയുടെ ഒരു ധിക്കാരത്തിനെതിരെ, മുതലാളി അവന്റെ പിഴയ്ക്കിട്ട് അടി കൊടുത്താൽ ഒരു പെട്ടെന്നുള്ള പണിമുടക്കത്തിന് തൊഴിലാളിക്ക് അവസരം നൽകിക്കൊണ്ടിരുന്ന നിലവിലുള്ള നിയമം പണിമുടക്കാനുള്ള അവകാശം. ആ പണിമുടക്കാനുള്ള അവകാശത്തെ ധ്വംസിക്കുന്നതിന് വേണ്ടി നിയമം ഭേദഗതി ചെയ്തിരിക്കുക. തറ കൂലി മേടിച്ചോ നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വേജ് കോഡ് കൊണ്ടുപോയി 168 രൂപ തറ വേജ് പ്രഖ്യാപിച്ചിരിക്കുക നരേന്ദ്രമോദി. 168 രൂപയാണ് അത്ര ഇവിടുത്തെ മിനിമം കൂലിയിൽ. ആ കൂലിയിൽ നിന്ന് അങ്ങോട്ട് ഉയർത്തി എടുത്തോ എന്നാ പറയുന്നത്. ഇത് തൊഴിലാളി വർഗം അംഗീകരിക്കില്ല. തൊഴിലാളി വർഗം ഇതൊന്നും അംഗീകരിക്കില്ല. മെയ് ദിനത്തിന്റെ സന്ദേശം തൊഴിലാളികളിൽ അവന്റെ പോരാട്ട വീറും വാശിയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വലതുപക്ഷ മേഖല അല്ലെങ്കിൽ നിരക്ഷര കുട്ടികളുടെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട
യോഗി ആദിത്യനാഥ് എന്നുള്ള ഒരു കപട സന്യാസി BJPയുടെ നേതൃത്വത്തിൽ വാഴയുള്ള ആ UP-യിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങളൊന്നും അവിടെ വലിയ കേട്ടുകേൾവിയൊന്നുമില്ല. കേരളം പോലെയും ആന്ധ്ര പോലെയും തമിഴ്നാട് പോലെയുമല്ല തൊഴിലാളി പ്രക്ഷോഭണത്തിന് പാരമ്പര്യം കുറഞ്ഞ നാടാണ് UP. ആ UP-യിൽ കണ്ടോ നിങ്ങൾ തൊഴിലാളി സുഹൃത്തുക്കളെ? ആ UP ദർശിക്കുന്നത് എന്താണിപ്പോൾ? ആ UP-യിൽ നിന്നും ദർശിക്കുന്ന കാഴ്ചകളേതാണ്. അവിടെ നിരക്ഷരമുക്ഷികളായ ഗാർഹിക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ആരാ? എത്രയും അവമതിക്കപ്പെട്ട ഒരു തൊഴിലാളി വിഭാഗം. സമ്പന്നരുടെ വീട്ടിൽ അടുക്കള വേല ചെയ്ത് അവരുടെ പാത്രങ്ങൾ കഴുകി, അവരുടെ വസ്ത്രങ്ങൾ കഴുകി, അവരുടെ വീട് തുടച്ച് വൃത്തിയാക്കിയ ആ ഗാർഹിക തൊഴിലാളികൾ അവരുണർന്നേറ്റ് UP-യിലെ തെരുവിലേക്ക് നടന്നു വന്നു. ഇനി കൂലി കൂട്ടാതെ പറ്റില്ല എന്ന് പറഞ്ഞു. കൂലി കൂട്ടാതെ പറ്റില്ല എന്ന് UP-യിലെ ഗാർഹിക തൊഴിലാളികൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, അത് കണ്ട് അവിടെ അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞിരുന്ന ഫാക്ടറി തൊഴിലാളികൾ, വ്യവസായ തൊഴിലാളികൾ എല്ലാം തന്നെ ഒരു CITU-വും അവിടെ ഇല്ല. CITU പിന്നെ പോയിട്ടുണ്ട്. ഇവിടെ ആശാസമരത്തിന് 5 പൈസ കൂലി കൂട്ടിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു ട്രേഡ് യൂണിയൻ നേതാവുണ്ട്, എളമരം കരീം. സഖാവ് കരീം അവിടെ നോയിഡയിലേക്ക് പാഞ്ഞെത്തി. എന്തിനാണ് കരീം അവിടെ പോയത്? കരീം അവിടെ പോയി തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോ ഇങ്ങനെയുള്ള തട്ടിപ്പ് വേലകളൊന്നും നടക്കില്ല. ഓരോ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും ആ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെയും തനി നിറങ്ങൾ പച്ച വെളിച്ചത്തിൽ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇളവരും കരീം പോയിട്ട് സ്വയമേവ വർഗ ആഭിമുഖ്യത്താൽ പോരാട്ടത്തിന്റെ ഭാഗത്തേക്ക് വന്ന നോയിഡയിലെ തൊഴിലാളികളെ പറ്റിക്കാൻ ചെന്നിരിക്കുക. അവരങ്ങനെ അടങ്ങിയില്ല. അടിച്ചമർത്തുമെന്ന് യോഗി പറഞ്ഞു. അടിച്ചമർത്തും, പോലീസിന്റെ കൊമ്പും മുള്ളും കാണേണ്ടി വരുമെന്ന് യോഗി പറഞ്ഞു. വഴിപ്പെട്ടില്ല തൊഴിലാളികൾ. അവർ പോരാടി. അവരുടെ കൂലി വർധനവ് ഒരു മുട്ടാളൻ സർക്കാരിനെ കൊണ്ട് വഴിപ്പടി വിറ്റ് കൂലി മേടിച്ചിരിക്കാൻ. അതുപോലെ നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുമെല്ലാം പൊട്ടിത്തെറികളും തൊഴിലാളി രോഷങ്ങളും ഉരുണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യമെമ്പാടും ഉരുണ്ട് പ്രതിഷേധം കനത്തു വരികയാ. മുതലാളി വർഗത്തിനെതിരെയുള്ള പ്രതിഷേധം. ചില രാമമൂർത്തിമാരുണ്ടല്ലോ. ഇൻഫോസിസിന്റെ ചെയർമാൻ ഒരു രാമമൂർത്തി. അവന് തൊഴിലാളികളെ പിഴിഞ്ഞുറ്റിയാലും മതിയാവില്ല. അവന്റെ അത്യാവശ്യം ക്ഷമിക്കില്ല. അവൻ അവനെന്താ പറയുന്നത്? ഈ നാരായണമൂർത്തി എന്താ പറയുന്നത്? എന്താ തൊഴിലാളികളെ, നിങ്ങൾക്കൊരു 10-16 മണിക്കൂർ പണിയെടുത്താൽ എന്താ? ഞാനൊരു 17-18 മണിക്കൂർ ഞാൻ പണിയെടുക്കുന്നുണ്ടല്ലോ. തൊഴിലാളികളെ, നിങ്ങൾക്കെന്താ ഒരു 16 മണിക്കൂറെങ്കിലും പണിയെടുത്താലെന്ന് ഇൻഫോസിസിന്റെ ചെയർമാൻ പറയാ. എന്താ പിരിഞ്ഞുറ്റിയ കാശിന്റെ കണക്ക് കൂട്ടി 20 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ ഒരു ദുഷ്ടനായ ഒരു മുതലാളിക്ക് അവന് ഉറങ്ങാതെ അവന്റെ പണ്ടാരമടങ്ങുന്നത് വരെ അവന് ജീവിക്കാനൊരു സുഖമുണ്ടാവും. അതും വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന തൊഴിലാളികളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മുട്ടാളനായ നാരായണമൂർത്തി പറയുക. ഇതൊന്നും വിലപ്പോവില്ല. ഇതിന്റെ ഇരകൾ സംഘടിക്കുക. അന്നാ സെബാസ്റ്റ്യൻ എന്നുള്ള ഒരു IT ജീവനക്കാരിയെ അവൾ ഇപ്പോൾ പരലോകത്ത. അവൾ ഈ മുതലാളിമാരുടെ ലാഭാർത്ഥിക്ക് മുമ്പിൽ അവളുടെ ജീവൻ കൊടുത്തു. അവളുടെ ജീവൻ തന്നെ അവൾ കൊടുത്തു. അവൾ ഒന്നാം തരമായി പഠിച്ച കുട്ടിയ.
ഒന്നാന്തരമായി പഠിച്ചു. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന റാങ്കിലെത്തി. അവൾക്ക് ചെന്നൈയിൽ ഒരു ഉദ്യോഗം കിട്ടി. ആ ചെന്നൈയിൽ ഒരു ഉദ്യോഗം കിട്ടിയപ്പോൾ തന്റെ മകളോടൊപ്പം ഒരു ദിവസമെങ്കിലും കഴിയണമെന്ന് മകളെ വീട്ടിലേക്ക് വിളിച്ചു അച്ഛനും അമ്മയും. മകൾക്ക് നേരമില്ല, മകൾക്ക് വീട്ടിൽ പോകാൻ നേരമില്ല, മകൾക്ക് കുളിക്കാനും പ്രാഥമിക കൃത്യം ചെയ്യാനും നേരമില്ല. മുതലാളിയുടെ IT മുതലാളിയുടെ ലാഭ ആസക്തി ശമിപ്പിക്കണ്ടേ അവൾക്ക് ഒരു ലേവലേശം നേരമില്ല. അവളുമായി സഹവസിക്കുവാൻ അച്ഛനും അമ്മയും അവളുടെ വീട്ടിലേക്കെത്തി. അവളുടെ വീട്ടിലേക്കെത്തിയിട്ടും അവർക്ക് അച്ഛനോടും അമ്മയോടുമൊപ്പം നിലനിൽക്കുവാൻ, ജീവിക്കുവാൻ എന്നുള്ള തൊഴിലാളിക്ക് കഴിഞ്ഞില്ല. കാരണം മുതലാളിയുടെ ലാഭാർത്ഥി ശമിപ്പിക്കുന്നതിന് വേണ്ടി ആ തൊഴിലാളി സ്ത്രീ അഹോരാത്രം പണിപ്പെട്ടു. അച്ഛനോടും അമ്മയോടുമൊപ്പം ഏതാനും നിമിഷം ചെലവഴിക്കാൻ പോലും ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. അന്ന സെബാസ്റ്റ്യൻ അവളുടെ ചങ്ക് പൊട്ടി മരിച്ചു വീഴുന്ന കാഴ്ച. ചങ്ക് പൊട്ടി അവൾ മരിച്ചു വീണു. തൊഴിലാധിക്യത്തിന്റെ വിശ്രമരഹിത തൊഴിലിന്റെ ഇരയായി അന്ന സെബാസ്റ്റ്യൻ അതിന്റെ ഒരു രക്തസാക്ഷിയായി നിലനിൽക്കുക. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? IT രംഗം എന്നാൽ പൂത്തുലയും ജീവിതത്തിലെ കൂടുതൽ വിശദീകരിക്കുന്ന സുഹൃത്തുക്കളെ, ഈ മേദിനം ദേശീയമായിട്ട് തന്നെ ഒരു ഉണർവ് സൃഷ്ടിച്ചിരിക്കുക. ദേശീയമായിട്ട് തന്നെ ഉണർവ് സൃഷ്ടിച്ചു. ഇന്ത്യയിൽ പണിയെടുക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാ വിഭാഗം ജനങ്ങളും പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും ഭാഗത്തേക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മെയ് ദിനം വീണ്ടും കടന്നു വന്നിരിക്കുന്നു. അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുവാൻ, അവരുടെ പ്രത്യയശാസ്ത്ര ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ട് മെയ് ദിനം വീണ്ടും കടന്നു വന്നിരിക്കുന്നു. വീറുറ്റ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇനിയും കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ തൊഴിലാളി വർഗം AIUTUC അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, AIUTUC എന്നുള്ള സംഘടന എണ്ണത്തിൽ പോലും, അംഗസംഖ്യയിൽ പോലും മറ്റ് ട്രേഡ് യൂണിയനുകളുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അംഗസംഖ്യയുടെ വർധനവിൽ പോലും അംഗീകൃത കേന്ദ്ര ട്രേഡ് യൂണിയനിൽ ഒന്നായ AIUTUC ഈ സന്ദർഭത്തിൽ തൊഴിലാളി വിരുദ്ധമായി ലേബർ കോഡുകൾ കൊണ്ടുവന്നുകൊണ്ടും ആ ലേബർ കോഡിൽ ഇന്ത്യ രാജ്യത്താദ്യമായി കേരളത്തിൽ അതിന് ചട്ടം രൂപീകരിച്ച പിണറായിയുടെ ഭരണത്തിലും അതിന് ചട്ടം രൂപീകരിച്ച KSRTCയിൽ 710 രൂപയും കൊടുത്ത് 8 മണിക്കൂർ തൊഴിലാളി പണിയെടുക്കണമെന്ന് നിർബന്ധിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ ഭരണത്തിൽ നരേന്ദ്രമോദിയുടെ ലേബർ കോഡിനെതിരെയും ഇന്ത്യയിലും കേരളത്തിലും AIUTUC കരുത്താർജിച്ചിരിക്കുന്നു, ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ഒരു പിന്തുണ, കുറച്ചുകൂടി ഞങ്ങളുടെ പോരാട്ട രംഗത്ത് നിന്ന് പിന്മാറില്ല. നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ഞങ്ങളുടെ പോരാട്ട രംഗത്ത് ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ പോരാട്ടത്തെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളും കൂടി ഞങ്ങളുടെ പിന്നിലേക്ക് വന്നാൽ നമുക്ക് കൂടുതൽ ഉച്ചത്തിൽ, കൂടുതൽ ബലത്തിൽ ഈ തൊഴിലാളി താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയും എന്നും ഈ മെയ് ദിന സന്ദർഭത്തിൽ തൊഴിലാളികളെയും സുഹൃത്തുക്കളെയും ഉണർത്തിക്കൊണ്ട് ഈ മെയ് ദിന പരിപാടി AIUTUC സംഘടിപ്പിച്ചിട്ടുള്ള മെയ് ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ